2 GB പെർ ഡേ ഉള്ള പ്ലാനാണ് എടുത്തിരിക്കുന്നത് ഈ വൈഫൈ കൂടാതെ. 2 GB പെർ പ്ലാൻ. ഈ 2 GB 1.5 GB തന്നെ ഞാൻ മാത്രം യൂസ് ചെയ്തു മണിക്കൂറുകളെല്ലാം ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മണിക്കൂറുകൾ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഈ 2 GB ആയിട്ടും പിന്നെ പ്ലസ് വൈഫൈയും നമ്മളെ കൊണ്ട് അപ്ലോഡ് ചെയ്യിക്കാതാക്കുക ഭയങ്കര പ്രശ്നങ്ങളായത്. നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക പല രീതിയിൽ. നമ്മുടെ നെറ്റ്വർക്ക് ഇല്ലാതാക്കുക, നോ സിം ഈസ് ഇൻസേർട്ടഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ മെസ്സേജ് വരിക. ഇത് പല വേലകളാണ്, ഇങ്ങനെ ഭയങ്കര വേലകളാണ്. അത് ഇതാക്കുന്നതെന്ന് വെച്ചാൽ ചിലതേ ദിവസം എന്ന് വെച്ചാൽ മുക്കും 25 ആണ് ആർക്കെങ്കിലും മുക്കുമിന്റെ യഥാർത്ഥ ഇത് 81 എന്ന് കാണിക്കുന്ന ആ ദിവസമാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് പ്രോബ്ലം. നമ്മൾ വിളിക്കരുത്, ഇങ്ങനത്തെ ഡ്രാമകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇതാക്കുക. ഇങ്ങനെ പല വേലകളാണ് ഇവന്മാര് ഭയങ്കര. അതുപോലെ ഇവിടെയും ഇതുപോലെ നമ്മുടെ ഇവിടെ അടുത്താണ് മുക്കുമിന്റെ വീടിന് അടുത്താണ് ടവർ ഉള്ളത്. എന്നാലും നെറ്റ്വർക്ക് ഇല്ലെന്നാ പറയുന്നത്. എന്തോ നെറ്റ്വർക്ക് ഇല്ല ഇപ്പോ. ഇത് മലമുകളൊന്നുമല്ല. ഇങ്ങനെ പല വേലകളാണ് ഇവന്മാര് ചെയ്യുന്നത്. ഇന്റർഫിയറൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ വൈഫൈ സിഗ്നൽസ് വീക്ക് ആക്കുക. പല വേലകളായിട്ട് നടക്കുക ഇവന്മാര്. ഭയങ്കര ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് നടത്തുന്നത്. എന്റെ കുറെ ഉണ്ട് ഇവന്മാര് നമ്മളെ പൈസ പിടുങ്ങിയതിന്റെ ഇതുകൾ, നമ്മുടെ പൈസ പിടുങ്ങിയതിന്റെ പല ഇതുമുണ്ട്. അതുപോലെ ഇവന്മാര് നമ്മുടെ ജോബ് ലോസ് ഇൻഷുറൻസ് എന്റെ LLB ഡിഗ്രി വെച്ച് LLB എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് ജോബ് ലോസ് ഇൻഷുറൻസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ BJP എന്ന് പറയുന്നത്. അവന്റെ ഉദ്ദേശം തന്നെ അതായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി പോകുമ്പോ തന്നെ ഇവൻ ജൂൺ 2002 ജൂൺ 16 ഇവനെ കല്യാണം കഴിച്ചത്. അന്ന് മുതൽ ഇവന് പ്രശ്നങ്ങളാണ്. എന്നിട്ട് ഇവൻ പിന്നെ നമ്മളെ കോടതി പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. നീ നിന്റെ 2 ലക്ഷം പൂരാ വിറ്റ് ബാങ്കിലിട്ടാ നീ വരത്തില്ലല്ലോ. അപ്പൊ ഇവന്റെ ഉദ്ദേശമില്ല നമ്മൾ വരരുത്, അങ്ങനെ നമ്മുടെ ഇൻഷുറൻസ് ഒക്കെ അടിക്കണം എന്നൊരു ഉദ്ദേശമായിരുന്നു. എന്തോ അങ്ങനെയായിട്ടുണ്ട്. ഇവിടെ ഞാനും എന്റെ അമ്മയേ ഉള്ളൂ. അല്ലാതെ വേറെ ആരില്ല. ചുമ്മാ കഥകൾ പറയും ഇവന്മാര്. പല കഥകളാണ്. എന്തെല്ലാം കഥകളായി ഉണ്ടാക്കിയത് മുമ്പേ. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് കഥകളൊക്കെ ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവന്മാര്. കള്ളക്കഥകളൊക്കെ ഒത്തിരി ഉണ്ടാക്കി. കഥകളൊക്കെ ഒത്തിരി ഉണ്ടാക്കി ഇതുപോലെ. കഥകളൊക്കെ ഉണ്ടാക്കിയൊക്കെ ഞാൻ കോടതിയിൽ എഴുതി കൊടുക്കുന്നുണ്ടല്ലോ കഥകളൊക്കെ. ഞാൻ കഥകൾ അവിടെ കോടതിയിലും എല്ലാം എഴുതി കൊടുത്ത് വരച്ചുകൂടെ. കഥകളൊക്കെ ഉണ്ടാക്കിയൊക്കെ ഇപ്പൊ എനിക്ക് അറിയാം നല്ല ശരിക്കും. കഥകളൊക്കെ നിർത്തി കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഈ ജോബ് ലോസ് ഇൻഷുറൻസ് തട്ടിയെടുക്കുക എന്നുള്ള ഇപ്പൊ അറിയാന്ന് വെച്ചാൽ പറഞ്ഞു ഞാൻ ജോബ് വേണ്ടാന്ന് വെച്ചിട്ട് പട്ടിയെ വളർത്തുന്നു, കൃഷി, ഇതൊക്കെ ചുമ്മാതാണ്. കോടികൾ ഇവന്മാര് ജോബ് ലോസ് ഇൻഷുറൻസ് ആയിട്ട് വാങ്ങിച്ചിട്ടാണ് ഇവന്മാര് പട്ടിയെയും പൂച്ചയൊക്കെ വളർത്തിയിട്ട് നിങ്ങളോട് പറയുന്നത്. ചുമ്മാതാണ്. ഇതൊന്നും വിശ്വസിക്കുകയും ചെയ്യരുത്. പിന്നെ എല്ലാവരും നല്ല ഒന്നാന്തരം ഗവൺമെന്റ് ജോബ് ഒക്കെ കളഞ്ഞിട്ടല്ലേ എല്ലാവരും പട്ടിയെയും പൂച്ചയും വളർത്തിയും ഭയങ്കര കോടീശ്വരരാകുന്നു പറഞ്ഞോണ്ട്. ഇത് ചുമ്മാതെയാണ്, വെറുതെയാണ്, വിശ്വസിക്കരുതൊന്നും. അങ്ങനെ പലതുണ്ട്. ഈ BJPയുടെ ഒത്തിരി പേര് ഇങ്ങനെ ശരിക്ക് കണ്ണ് കാണുന്നില്ല, ചെവി കാണുന്നില്ല, കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പട്ടാളത്തിൽ നിന്ന് പോകുന്നവരും നടുവിന് വേദന പറഞ്ഞുകൊണ്ട് പട്ടാളത്തിൽ നിന്ന് പോകുന്നവരും ഒക്കെ ഒത്തിരി അവന്മാരുണ്ട് ഇവന്റെ നല്ല ശരിക്കും എന്റെ ഇതില്. അപ്പൊ ഇവനപ്പോ അന്ന് മുതലേ നമ്മളെ അങ്ങനെ നിരന്തരം ചീത്തവിളിയായിരുന്നു ഇവൻ. നിരന്തരം കോടതിയിൽ നിന്ന് കാർ ഇറങ്ങി കഴിഞ്ഞാൽ ഇവനിങ്ങനെ നിന്റെ 2 ലക്ഷം പൂര ഈ കാറിന് 10 EXI ആയിരുന്നു. അപ്പം 4 ലക്ഷം രൂപയായിരുന്നു. അപ്പൊ 2 ലക്ഷം കൊടുത്ത് ബാക്കി CC ആയിരുന്നു. അപ്പം ഇതാണ് 2 ലക്ഷം പൂര നിന്റെ വിറ്റ് ബാങ്കിലിട്ടാണ് ഈ വസ്തില്ല. അപ്പൊ നമ്മൾ വരരുത് കോടതിയിൽ. അപ്പൊ ഇത് നമ്മളെ വരാതാക്കി നമ്മുടെ ഇൻഷുറൻസ്. ഇവൻ ആരാണ് എന്നെ കോടതിയിൽ വരാതിരിക്കാന്? എന്നിട്ട് നമുക്ക് ഫയല് തരാതിരിക്കുക. അത് ആദ്യം തൊട്ടേ ഉണ്ട്. അത് നമ്മൾ ചെന്നപ്പോ മുതലേ ഉണ്ട്. ചിലവരൊക്കെ ഉണ്ട് നമ്മുടെ പുറകെ നമുക്ക് ഫയല് തരാതിരിക്കുക, പറയാൻ തരാതിരിക്കുക. അപ്പൊ ചിലർക്ക് ഭയങ്കര രോഗങ്ങളാണ് മുതൽ നമ്മളോട്. നമ്മളത് എവിടെ പോയാലുണ്ട്. ചന്ദ്രമോഹൻദാസ് സാർ എന്ന് പറയുന്ന സാറിന്റെ എറണാകുളത്ത് ചെന്നപ്പോഴും അതും അവിടെയുണ്ട്. അങ്ങനെ ഭയങ്കര വന്നിട്ട് ഈ BJP എന്ന് പറയുന്നത് പറയുക വേറെ ഫയൽ പറയരുത്, അങ്ങനെ വേണം, ഇങ്ങനെ പക്ഷേ പറയരുത്, പിന്നെ എന്നൊക്കെ പറഞ്ഞ് വലിയ ലായിൻ ചട്ടമൊക്കെയായിരുന്നു. ഇപ്പോഴാണ് ലായിൻ ചട്ടമൊക്കെ നമുക്ക് മനസ്സിലായത്. ഭയങ്കര ലായിൻ ചട്ടമായിരുന്നു അവന്റെ കള്ളന്റെ. ഇതുപോലൊരു കള്ളനില്ല അവനെ പോലെ, മുതു കള്ളൻ. എന്നിട്ട്
നമ്മളെ പല രീതിയിലും ഇതാക്കി. നമ്മൾ പോകുന്ന അതുപോലെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ഉടനെ അവിടെ എന്തോ ആയി, അതിന്റെ എടുത്ത് കാണും ആദ്യമായിട്ട്. പിന്നെ വേറെ പലയിടത്തും നമ്മൾ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ അവിടെ നിന്ന് പോകുന്നതും പല ഇതൊക്കെ ഉണ്ട്. അതുപോലെ അങ്ങനെ പലത്. പിന്നെ നമ്മൾ മുത്തൂറ്റ് വർക്ക് ചെയ്ത് അവൻ ഇവിടെ അവിടെയും കഥയുണ്ടാക്കി. ഇങ്ങനെ ഏതാണെല്ലാം കഥ. അവിടെ ഒരു എന്തുവാ നമ്മുടെ ഈ ക്ലർക്കല്ല, ഈ നമ്മുടെ പ്യൂൺ ഒരു പയ്യനുണ്ടായിരുന്നു. അവരുമായിട്ട് എന്തൊക്കെയോ കണക്ഷൻ അവിടെ പറഞ്ഞുകൊണ്ട് കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കി. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കുറെ കഥകളൊക്കെ മാറുന്നത്. അപ്പോ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി എന്തൊക്കെയോ. അതുകൊണ്ടാണ് അതുകൊണ്ടൊന്നും അല്ല റിസൈൻ ചെയ്തത്. അവിടെ പത്യൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരൊറ്റ ബസ്സില്ല. നമ്മൾ ഇനി ഇവിടെ എത്തുമ്പോ 8:30 മണി ആവും രാത്രിയില്. അവരവിടെ 9:15 മണിക്ക് എങ്ങോട്ട് 9:05 കഴിഞ്ഞ് പണി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നം. പിന്നെ ഒരു ഇതും ഇല്ല. അവിടെ ചുമ്മാ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കി ഇവിടെ ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാൻ തുടങ്ങിയത്. എന്നിട്ട് അത് ഇവന്മാർ ഇതുപോലെ തന്നെ കഥകൾ ഉണ്ടാക്കി നമ്മളെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി. നമ്മൾ കള്ളു കുടിക്കുന്നെന്നോ ഒക്കെ ആ കഥ MDMA ഡ്രഗിന്റെ കഥകളൊക്കെയാണ് ഇവന്മാര് പറയുന്നത്. ഇവന്മാർ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കി ചില നമ്മൾ നട്ടാക്കിയിരിക്കാത്ത കഥകൾ. അതുപോലെ തന്നെ മുക്കുവിനെ കുറിച്ച് ഇതുപോലെ ഒരു പാട്ടും, ഒരു മാമയുണ്ട് മുക്കുവിനെ, ഒരു മുതുകുടിയൻ. അവൻ ഇതുപോലെ മുക്കുവിനോട് അയക്ക് കുടിക്കാൻ മുക്കും പോയി ഇത് വാങ്ങിക്കണം, ആൽക്കഹോൾ ഏതോ ഔട്ട്ലെറ്റിൽ നിന്ന്. മുക്കും പറഞ്ഞ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. മുക്കും പോയി വാങ്ങിക്കണം. അപ്പൊ മുക്കുവിന് കുടിക്കാനാണ് വാങ്ങിക്കുന്നതെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവന്മാർക്ക്. എന്നിട്ട് ഇങ്ങനെ ഇതുപോലൊക്കെ കൊണ്ടിടുക. ഇവന്മാരുടെ വേലകളാണ് ഇതൊക്കെ. പിന്നെ ഇതുപോലെ തന്നെ എന്തുവാ ടെൻഷനുണ്ടോ? എന്റെ മുക്കുവിന്റെ പെങ്ങളൊരു കളിയുണ്ട്. അവള് ചോദിക്കുന്നത് ടെൻഷനുണ്ടോ? ടെൻഷൻ ആൻസൈറ്റി ടെൻഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സാധാരണ മനുഷ്യൻ ഡിപ്രസ്ഡ് ആവണ്ട. എല്ലാ മനുഷ്യർക്കും ഇപ്പൊ ഇന്നൊരു ഡ്രസ്സ് വാങ്ങിക്കണം തോന്നിയോ, വാങ്ങിക്കാൻ പറ്റിയില്ല, നമുക്ക് ഇച്ചിരി വിഷമമൊക്കെ തോന്നും. അതായത് ഡിപ്രഷൻ, അല്ലാതെ വേറെ ഒന്നുമില്ല. അതൊക്കെ മനുഷ്യർക്ക് എല്ലാം ഉണ്ടാകുന്നതാണ്. ദിവസം ചിലപ്പോൾ 10 പ്രാവശ്യം ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കേണ്ടി വരും. 10 പ്രാവശ്യം ഡിപ്രഷനൊക്കെ തോന്നുന്നില്ല. അയ്യോ അത് പറ്റിയില്ല, ഇത് ചിലപ്പോൾ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നല്ലത് സാധനം കഴിക്കാൻ പറ്റില്ല, ചിലപ്പോ കഴിക്കാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള അതാണ് ഡിപ്രഷൻ. അതിൽ കൂടെ ഒന്നുമില്ല, ചുമ്മാതാണ് ഇതൊക്കെ. ആൻസൈറ്റി ഇതൊന്നും വിശ്വസിക്കരുത്. ഈ വലിയ മെഡിക്കൽ മാഫിയ ഉണ്ടാക്കിയെടുക്കുന്ന ഊതി പേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇവന്മാർ ഈ കള്ളന്മാര് എന്നിട്ട് ഇങ്ങനെ നമ്മളെ വെച്ച് പല രീതിയിലുള്ള ഇൻഷുറൻസ് അടിക്കുക. നിന്റെ അമ്മ ജോസ്കോ ഒരു ഇടപ്പോഴൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ ഇരിക്കുന്ന പ്രഷർ കൂടി അഡ്മിറ്റ് ആയി വാന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ട് പോവുക. 18 ദിവസം കുത്തി മയക്കി ഇടുക. ഇതൊക്കെയാണ് ഇവന്റെ കയ്യിൽ. ഇവന്റെ കയ്യിൽ ഇതുപോലുള്ള പല വിഷങ്ങളെല്ലാം അടങ്ങിയ സാധനം ഇവന്റെ കയ്യിലുണ്ട്. ഇവന്മാരുടെ കയ്യില് ഇവിടെ ഇരിക്കുന്ന ഈ മോഹൻ സിംഗ്, ഈ സുബ്രഹ്മണ്യൻ, ഇങ്ങനെ കുറെ ഇവിടെയൊക്കെ ഇരിക്കുന്നവന്മാരുടെ കയ്യിലെല്ലാം ഇതുണ്ട്. നമ്മുടെ വെള്ളത്തിൽ ചേർക്കാനും പല രീതിയിൽ ഇവന്മാർ ഇതുമായിട്ട് നടക്കുക. ഈ പൊന്നിയാണ് ഇവിടെ വന്ന് കിടന്ന് വൃന്ദ എന്ന് പറയുന്ന പൊന്നിയാണ് അങ്ങ് ആൾമാറാട്ടം നടത്തുന്നത്. അവള് കുറെ ആണുങ്ങളുമായിട്ട് കയറി അവിടെ ഇരുന്നുകൊണ്ട് അങ്ങ് ആൾമാറാട്ടമാണ്. അവൾ രാവിലെ വരെ അവളെ ഞാൻ പിടിച്ചിട്ടിട്ടുണ്ട്. അവള് രാവിലെ വരെ കുറെ ആണുങ്ങളുമായിട്ട് അങ്ങ് ആൾമാറാട്ടം നടത്തിയിരിക്കുക. പിന്നെ അതുപോലെ അർജുൻ എന്ന് പറയുന്നത് ഭയങ്കര പിന്നടിയാണ്. ഇതുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. നിങ്ങളും ഇതുപോലെ ട്രാപ്പിലാവും. ചില പെണ്ണുങ്ങൾ വരിക, ആണുങ്ങളുടെ അടുത്ത് പെണ്ണുങ്ങൾ വരിക, പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ ചെല്ലുക. ഇതൊക്കെ വലിയ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇവരുമാര് ഇൻസ്റ്റാഗ്രാമിലാ പോകും. ഇവരുമാര് മിക്കതും പണ്ടൊരിക്കലും ഇതുപോലെ ഒരു പെണ്ണിന്റെ കേസ് നടന്നു. KSRTC ബസ്സിൽ അവള് അവൾ തുണി ഉടുക്കാത്ത വ്യക്തിയാണ്. തുണിയെ ഉടുക്കത്തില്ല അവള്. അവളുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസ് ഒക്കെ കാണാം. എല്ലാവരും അവളായിട്ട് അങ്ങ് അലക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ അവരായിട്ട് അലക്കി അവസാനം പിന്നെ അവൾ ഓടിയെന്നാ പറയുന്നത്. ഒരുത്തനെ പാപിടിച്ച് ഒരുത്തനെ ഇതുപോലെ അയാളെ എന്തൊക്കെയോ ഇതായി എന്നും പറഞ്ഞുകൊണ്ട് ഇവളൊക്കെ ഭയങ്കര ഇതൊക്കെ ആക്കി വലിയ ഇവളൊന്ന് വൈറലാവാൻ വേണ്ടിയിട്ടാണ് വലിയ നോക്കി. പക്ഷെ ഇപ്പൊ അവളുടെ അഡ്രസ്സൊന്നും ഇല്ല. ഇവളെ പോലാണ്. ഇവളും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളാണ്, വൈറലാവാനൊന്നുമില്ല. നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ ആണുങ്ങൾ പിടിച്ചു, അങ്ങനെ പിടിച്ചു, ഇങ്ങനെ പിടിച്ചു എന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ ആണുങ്ങൾ പിടിക്കാതിരിക്കാനാണ് ഇത് പറയുന്നത്. മനസ്സിലായില്ല? അങ്ങനെ എന്നെ കൊണ്ട് കഥയൊന്നും ഉണ്ടാക്കണ്ടവരവരും ഇങ്ങനെ കയറി ഇരുന്ന് കുറെ അവൾമാർ ഇങ്ങനെ വരും, കയറി ഇരുന്ന് കരുതിക്കൊണ്ട് നമ്മളുടെ അടുത്ത് നമ്മളെ ഇതാക്കുന്നു. അങ്ങ് കിടന്നങ്ങ് അങ്ങ് കിടന്നിരുമാറ കൂടെ ഇതാക്കുക, കൂടെ നടുക്കൊന്ന് നിൽക്കുക ഒരു 5-6 ആണുങ്ങളുടെ ഇടയിൽ പകല്.